എല്ലാവർക്കും ടുമോട്ടിൻ്റെ പുതിയ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 293/2025, ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 03/2026, പരീക്ഷ നടത്തിയിരിക്കുന്നത് 2026 ജനുവരി 17 അപ്പോൾ ഇതിൽ മാത്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൽ നമുക്ക് പോകാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടുപലിശയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ചോദ്യം എന്ന് പറയാം. കാരണം തന്നിരിക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്ക് അവിടെ തന്നിരിക്കുന്ന ഒരു മിശ്രഭിന്ന രൂപത്തിലാണ്. അതുപോലെ തന്നിരിക്കുന്ന വർഷം എന്ന് പറയുന്നത് 2 വർഷം 73 ദിവസം എന്നുള്ളൊരു കാറ്റഗറിയിലാണ്. അപ്പോൾ അങ്ങനെ തന്നുകൊണ്ട് തന്നെ ഇത് കുറച്ച് സ്റ്റെപ്പ് എടുത്ത് ചെയ്യേണ്ട ടൈപ്പ് ചോദ്യമാണ്. കാരണം ഇവിടെ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് ആദ്യം 2 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുകയും അത് കഴിഞ്ഞ് സാധാരണ രീതിയിൽ 73 ദിവസത്തേക്കുള്ള അതിൻ്റെ പലിശയും കൂടി കാണുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മെത്തേഡ് സോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ 2 വർഷം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാൻ പല മെത്തേഡും നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. അതിൽ ഒന്ന് പാസ്കൽ മെത്തേഡ് ഉണ്ട്, പിന്നെ ഡയറക്റ്റ് ഇക്വേഷൻസ് ഉണ്ട്, പിന്നെ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് സാധാ ബേസിക് ലോജിക്ക് വെച്ചും ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്. പാസ്കൽ ട്രയാങ്കിൾ മെത്തേഡ്, അതായത് പാസ്കലിലെ അത് സംഖ്യകളുണ്ട് 2, 1, 3, 3, 1 എന്നീ സംഖ്യകളൊക്കെ വെച്ച് ചെയ്യുന്ന രീതികളുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അപ്പോൾ സാധാ രീതിയിൽ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ ഒന്നും അറിയാത്ത ഒരാൾക്കും നമുക്ക് ഈ ചോദ്യം ചെയ്യുന്ന രീതി മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ 20,480 രൂപയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഈ 6.25% കാണും. 20,480 രൂപയാണ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നതും. അതുപോലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 6.25% ആണ്. നമ്പർ ഓഫ് ഇയർ എന്ന് പറയുന്നത് 2 years + 73 ഡേയ്സുമാണ്. ഇവിടെയാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 6.25 നമ്മളൊന്ന് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ 6.25% എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ 10% എന്ന് പറഞ്ഞാൽ 10/100 എന്നല്ല എഴുതുക, ശതമാനം ചിഹ്നം ഒഴിവാക്കി. അതുപോലെ നമ്മൾ ഈ 6.25 മാറ്റുമ്പോൾ നമ്മൾ അവിടെ 6.25 എന്നുള്ളതല്ല മാറ്റേണ്ടത്, അതിനെ നമ്മളൊരു വിഷമ ഭിന്നാക്കി മാറ്റും. ഈ 6.25 വിഷമ ഭിന്നാക്കുന്ന രീതി ഇത്രയേ ഉള്ളൂ. 6 1/4 ആണല്ലോ. ഈ 6ഉം 4ഉം തമ്മിൽ ഗുണിക്കും. അപ്പോൾ എത്രയും 24. അതിനോട് മുകളിലുള്ള സംഖ്യ 1 കൂട്ടും. അപ്പോൾ എത്ര 25. അത് നമ്മൾ മുകളിൽ എഴുതും. പിന്നെ താഴെ ഈ താഴെ വരുന്ന ഹരണ ചിഹ്നത്തിൽ വരുന്ന സ്ഥാനമല്ലേ, അത് തന്നെ താഴെയും കൊടുക്കും. ഇപ്പോൾ ന്യൂമറേറ്ററായിട്ട് 25 വരും, ഡിനോമിനേറ്ററായിട്ട് 4 വരും. ഇതാണ് ഈ 6.25 വിഷമ ഭിന്ന രൂപം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ എഴുതുമ്പോൾ 6.25 നമ്മൾ 25/4 എന്ന് എഴുതും. പിന്നെ അത് ശതമാനത്തിൽ 10% 10/100 എന്നല്ല. അപ്പോൾ 25/4 എന്നുള്ളത് എന്താവും 25/4 ഹരിക്കണം 100 എന്ന രീതിയിലാണ്. ഈ 100 ഈ 4 കൂടിയായിട്ട് വരിക. അപ്പോൾ 25/4 × 100 ഇങ്ങനെ തന്നെ എഴുതും. ഞാൻ വെട്ടിച്ചെറുതാക്കുന്ന ഒന്നുമില്ല തൽക്കാലം ഇപ്പോൾ. ഇത് ഇങ്ങനെ തന്നെ നമ്മൾ വെക്കാം. ഇനി ഇത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പുറത്തേക്ക് കൊടുക്കുക. അപ്പോൾ 2 വർഷത്തെ നമുക്ക് കാണും. ആദ്യം നമ്മൾ ഫസ്റ്റ് വർഷം എത്ര രൂപ കിട്ടും നോക്കാം. ഇവിടെ ഞാൻ എഴുതിയ സംഖ്യയിൽ ഇവിടെ ഒരു 0 എക്സ്ട്രാ വന്നിട്ടുണ്ടെന്ന് നോക്കണം. 20,480 ആണ് നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട്. അപ്പോൾ അതിൻ്റെ 6.25 എന്നുള്ളതിനെ നമ്മൾ മാറ്റിയിട്ട് എന്താക്കി 25/4 ആണ്. അത് അടിയത്തെ 100 കൂടി അടക്കുമ്പോൾ 4 × 100 എന്നൊരു. ഇതാണ് ഒരു വർഷത്തേക്ക് കിട്ടുക ഇൻട്രസ്റ്റ്. കാരണം 100 രൂപയ്ക്ക് 6.25 ആണെങ്കിൽ ഈ 20,480 രൂപയ്ക്ക് വെച്ചാൽ 20,480 × 25/4 × 100. ഇനി ഇവിടെ മാക്സിമം വെട്ടിച്ചെറുക്കും. 25ഉം 100ഉം നമുക്ക് സുഖമായിട്ട് ഹരിക്കാൻ പറ്റും. വെട്ടിച്ചെറുതാക്കിയാൽ താഴെ 4. 25ന് 25 അയച്ചാൽ ഒരു തവണ പോകും. 100ൽ 25 4 തവണ. അങ്ങനെയായിട്ട് വെട്ടിച്ചെറുതാക്കുന്ന. ഇനി 4 കൊണ്ടും അടിയിൽ 2 4 ഉണ്ട്. 4 4 16. ഈ ഇതുകൊണ്ട് നമ്മൾ മുകളിലുള്ളതിനെ വെട്ടിച്ചെറുക്കും. ആദ്യം ഈ ഫസ്റ്റ് 4 എടുത്ത് നമുക്ക് വെട്ടുകയാണെങ്കിൽ ഒരു 4 എടുക്കാം. ഈ 4 കൊണ്ട് 20,480 വെട്ടുമ്പോൾ 20ന് 4 കൊണ്ട് വെച്ചാൽ 5, 4 4 കൊണ്ട് വെച്ചാൽ 1, 8ൽ 4 2, ബാക്കി 0 ഉള്ള 0. അപ്പോൾ ഒരു 4 കൊണ്ട് അടിച്ചപ്പോൾ നമുക്ക് അത്ര കിട്ടി 5,100. ഇനി ഇതിന് ഒരു 4 കൂടി ഉണ്ടായിരിക്കണ്ടേ. അപ്പോൾ നമ്മൾ 51ൽ 4 നോക്കുക, അല്ല 5ൽ 4 നോക്കുക. അപ്പോൾ 5ൽ 4 ഒരു തവണ, ബാക്കി 1 ഉണ്ടാവും. അത് 11. 11ൽ 4 നോക്കുമ്പോൾ 2 തവണ, 2 4 8, ബാക്കി 3 ഉണ്ടാവും. അപ്പോൾ 32 മാറും. ആ 32ന് 4 കൊണ്ട് അടിച്ചാൽ 8 കിട്ടും, ബാക്കി ഒരു 0. അങ്ങനെ 1,280 കിട്ടും. അപ്പോൾ ഈ 4 കൊണ്ട് അടിച്ചാൽ നമുക്ക് ഇതിനെന്തായി മാറും 1,280 ആവും. ഇനി ഇത് വേണമെങ്കിൽ ഒന്ന് സൈഡിൽ ചെയ്ത് കാണിച്ചു തരാം. വെട്ടാൻ ബുദ്ധിമുട്ടുള്ളത് 5,120 ഹരിക്കണം 4 എന്നാണ്. 5ൽ 4 ഒരു തവണ, ഒരു 4 4, ബാക്കി 1, ഈ 1 കൂടി ഇറങ്ങുമ്പോൾ 11. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞ 11. 11ന് പിന്നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 2 തവണയാണ് പോവുക. 2 4 8, ബാക്കി 3. ഇനി 2 ഇറക്കുമ്പോൾ 32. 32ന് 4 കൊണ്ട് ഹരിച്ചാൽ അവിടെ 8 തവണ പോകും. 8 4 32, ബാക്കി ഇവിടെ 0 ആയിരിക്കും. ഇനി 0 ഇട്ടു. ആ 0ന് 4 കൊണ്ടിരിക്കുമ്പോൾ നമ്മളവിടെ 0 തവണ കിട്ടും. അങ്ങനെയാണ് 1,280 കിട്ടും. അപ്പോൾ ഇതിന് ഒരു വർഷത്തെ ലഭിക്കുന്ന ഇൻട്രസ്റ്റ് ആണ് 1,280 രൂപ. ഇത് ഫസ്റ്റ് വർഷം മാത്രം കിട്ടുന്ന ഇൻട്രസ്റ്റ് ആട്ടായത്തിൽ നിന്ന്.
നമുക്ക് രണ്ടാമത്തെ വർഷത്തിലേക്ക് പോകുമ്പോൾ അതാണ് ഇവിടെ ബേസിക് അറിഞ്ഞിരിക്കേണ്ട സാധനം. കൂട്ടുപലിശയിൽ ആദ്യ വർഷം 1250 രൂപ നമുക്ക് ഇൻട്രസ്റ്റ് ലഭിച്ചെങ്കിൽ അടുത്ത വർഷം ഈ 20,450 രൂപയ്ക്ക് 1250 തന്നെ കിട്ടും. ഇത് ഫസ്റ്റ് ഇയറാണ്, 1 ഇയറിലാണ്. ഇത് സെക്കൻഡ് ഇയറിലാകുമ്പോൾ ഈ 1250 തന്നെ കിട്ടും. പക്ഷേ പ്രധാന പ്രശ്നം എന്താണെന്ന് ഇവിടെ ഇത് മാത്രമല്ല ലഭിക്കുക, കൂട്ടുപലിശ, പലിശയുടെ ഒരു പലിശയും കൂടി വേണം. കാരണം ഈ കൂട്ടുപലിശ മുതലിനോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷം അതിൻ്റെയും കൂടി പലിശ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ 1250 ഉണ്ടല്ലോ ഫസ്റ്റ് വർഷം കിട്ടി, അതിൻ്റെ ഒരു 6.25% കൂടി അടുത്ത വർഷം എക്സ്ട്രാ കിട്ടും. അപ്പോൾ രണ്ടാമത്തെ വർഷത്തിൽ ഈ 1250 അതേപോലെ തന്നെ കിട്ടും ചെയ്ത്, പ്ലസ് ഈ 1250ൻ്റെ 6.25%. അപ്പോൾ അതും നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് 1280 അതിൻ്റെ 6.25 എന്ന് കാണും. അപ്പോൾ 6.25 നമ്മൾ ഓൾറെഡി കൺവേർട്ട് ചെയ്ത് പറഞ്ഞു 25/4 വരും. പിന്നെ അത് ശതമാനത്തിൽ ഒഴിവാക്കുമ്പോൾ 100 അടിയിലും വരും. ഇങ്ങനെ ചെയ്താൽ ഇവിടെയും വീണ്ടും ഇതുപോലെ 25 100 മറ്റേ 4, ഈ 4 4 16 കൊണ്ട് ഇതിനായിരിക്കണം. അപ്പോൾ 4 കൊണ്ട് ഫസ്റ്റ് അരിക്കണം. 12ൽ 4 3, 8ൽ 4 2, ബാക്കി 0 320, ഒരു 4 പോയി. ഇനി ഒരു 4 കൂടി ആയിരിക്കുമ്പോൾ 32 4 കൊണ്ട് അരിച്ച 8 0, അതങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ 80. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സ്ട്രാ ഒരു 80 രൂപയും കൂടി എന്തുണ്ടാവും രണ്ടാമത്തെ വർഷത്തിൽ എക്സ്ട്രാ കിട്ടാനുണ്ടാവും. കാരണം എന്താ, പലിശയുടെ പലിശ, അതാട്ടോ കൂട്ടുപലിശ. ബേസിക് ധാരണ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും പറയുന്നത്, അല്ലാത്തവർക്ക് അറിയാം. എന്തായാലും ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇനി നമ്മൾ നോക്കാം 2 വർഷം കഴിയുമ്പോൾ ടോട്ടൽ എത്ര ഇൻട്രസ്റ്റ് ലഭിച്ചു നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കാം 3 0 കൂട്ടിക്കഴിഞ്ഞാൽ 0, 3 8 കൂട്ടി 24 4, ബാക്കി 2 ഉണ്ടാവും, 2 2 4 അങ്ങനെ 6, പിന്നെ ബാക്കി ഇവിടെ 1 1 2. അപ്പോൾ 2640 രൂപയാണ് നമ്മൾ 2 വർഷം കഴിഞ്ഞാൽ ലഭിക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 2 വർഷം കഴിഞ്ഞല്ലല്ലോ വേണ്ടത്, നമുക്ക് ഈ 2 വർഷം 73 ദിവസം കഴിഞ്ഞിട്ടല്ലേ. അപ്പോൾ ഈ 2650 ആദ്യം ഒന്ന് ഓർത്ത് വെക്കുക, ലാസ്റ്റിലേക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ 2650 രൂപ നമ്മൾ അടുത്ത വർഷം നമ്മൾ തുടങ്ങുമ്പോൾ ഈ മുതലിനോട് കൂട്ടുകയാണ് ചെയ്യുക. അപ്പോൾ 20,480 രൂപ കൂടെ നമ്മൾ ഈ 2640 രൂപയും കൂടി കൂട്ടിയിട്ടാണ് അടുത്ത വർഷം മുതൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 0 0 കൂട്ടി 0 8 4 കൂട്ടി 12 2, ബാക്കി 1 4 6 1 4 1 5 5 6 11, ബാക്കി 1 1 2 3 2. അപ്പോൾ അടുത്ത നമ്മൾ വർഷം ഈ രണ്ടാമത്തെ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള 2 വർഷം കഴിഞ്ഞ് അടുത്ത മൂന്നാമത്തെ വർഷം സ്റ്റാർട്ട് ചെയ്യും. രണ്ടാമത്തെ വർഷമല്ല, മൂന്നാമത്തെ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 23,120 രൂപയാണ്. അപ്പോൾ അതിൻ്റെ ഒരു 6.25% വെച്ച് 73 ദിവസത്തേക്ക് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഒരു വർഷം ഫുള്ള് കിട്ടാനില്ല, വെറും 73. അപ്പോൾ 73 ദിവസം എന്ന് പറയുന്നത് എത്ര വർഷമാണെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഇപ്പോൾ 73 ദിവസത്തെ വർഷത്തിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് 365 കൊണ്ട് ഹരിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഹരിച്ചു കഴിഞ്ഞാൽ 73ൽ 73 ഒരു തവണ പോകും. 365 പറഞ്ഞാൽ 73 × 5. അപ്പോൾ 73 ഇവിടെ 5 തവണ പോകും. അപ്പോൾ ബാക്കി വെട്ടിക്കഴിഞ്ഞാൽ ബാക്കി എന്താണ്, അടിയിൽ 5 മുകളിൽ 1. അപ്പോൾ 1/5 വർഷം എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് എത്ര വർഷമെന്ന് വെച്ചാൽ 1/5 വർഷമാണ് ഈ 73 ദിവസം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാക്കും. ഒരു വർഷം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 365 ദിവസം. 2 വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, 2 × 365 ചെയ്യുക. 3 വർഷമാണ് 3 × 3. അപ്പോൾ വർഷത്തെ ദിവസമാക്കാൻ ചോദിച്ചാൽ നമ്മൾ 365 കൊണ്ട് ഗുണിക്കും. ഇത് തിരിച്ച ദിവസത്തെ വർഷമാക്കാൻ ചോദിച്ചാൽ 365 ഹരിക്കണം എന്നുള്ള ലോജിക്കാണ്. അപ്പോൾ ആ ചെയ്യുമ്പോൾ നമുക്കിവിടെ 73 365 വെച്ചാൽ 1/5 വർഷം എന്ന് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് ഇയർ ഇവിടെ എടുക്കുന്നത് 1/5 വർഷം. ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഈ 23,120ൻ്റെ ഈ 1/5 വർഷം വെച്ചിട്ട് നമ്മൾ ഈ 6.25% രീതിയിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും, ഇപ്പോൾ 23,120 അതിൻ്റെ 6.25 നമ്മളിപ്പോഴും കൺവേർട്ട് ചെയ്ത് നേരത്തെ ഇങ്ങനെ ചെയ്തു 25/4, അതിന് വീണ്ടും മാറ്റിയിട്ട് 25/4 × 100 അല്ല, അപ്പോൾ 25/4 × 100 എന്നാക്കി. പിന്നെ അത് എത്ര, ഒരു വർഷം ഇല്ലാത്തത് നമ്മൾ ഒരു വർഷം 1/5 അല്ലേ ഉള്ളൂ. അപ്പോൾ 1/5 കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഇതിനായിരിക്കണം എന്ന് ഓർക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യാം. ഇനി നമുക്കൊന്ന് വെട്ടിച്ചേർത്താക്കാം. 25 100 ഇതേപോലെ വെട്ടിക്കഴിഞ്ഞാൽ ബാക്കി 4 ഇവിടെ ഉണ്ടാവും. ഇനി നമുക്ക് അരിക്കുമ്പോൾ ഈ 5 കൊണ്ട് മുകളിലോട്ട് അരിക്കണം. അപ്പോൾ ലാസ്റ്റ് വേണം ചെയ്താൽ, അല്ലെങ്കിൽ നേരിട്ട് ഫസ്റ്റ് വേണം ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ എന്തായാലും ഫസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചുതരാം. ഈ 5 കൊണ്ട് ഇനി മുകളിൽ വെട്ടിച്ചെടുത്താൽ ആദ്യം 23ൽ 5 നമ്മൾ എത്ര തവണ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 4 തവണ. 4 5 20, ബാക്കി 3, അതായത് 31. 31ൽ 5 6 തവണ വരും, ബാക്കി 1 12. 12ൽ 5 2 തവണ വരും, ബാക്കി 2 വരും 20. 20ൽ 5 4. അപ്പോൾ ഇതിനെ നമ്മൾ 5 കൊണ്ട് ഹരിച്ചാൽ 4624 കിട്ടും. അതിന് വീണ്ടും ഇനി 4 കൊണ്ട് 4 4 8 16 കൊണ്ടിരിക്കാമല്ലേ. അപ്പോൾ ആദ്യം 4 കൊണ്ടിരിക്കും, ഓരോ ഘട്ടമായിട്ട് കെട്ടിച്ചതായിരിക്കും.
അപ്പോൾ 4 കൊണ്ട് ഇതിനെ ഹരിച്ച് കഴിഞ്ഞാൽ ഈ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 4 4 കൊണ്ട് ഇവിടെ 1, ഇവിടെ മുകളിലായിരിക്കുമ്പോൾ 4 4 കൊണ്ട് ഹരിച്ചാൽ 1, 6ൽ 4 ഒരു തവണ, ബാക്കി 2, 22 ആവും. 22ൽ 4 നോക്കിക്കഴിഞ്ഞാൽ 5 തവണ, 5 4 20, ബാക്കി വീണ്ടും 2 വരും, 24, 24ൽ 4 വെക്കുമ്പോൾ 6 തവണ കിട്ടും. ഇനി ഇതിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഒരു 4 കൂടി ഉണ്ടല്ലോ, അതും കൂടി വെട്ടിച്ചെറുതാക്കാം. അപ്പോൾ അതുകൊണ്ട് വെട്ടിച്ചെറുതാക്കുമ്പോൾ 11ൽ 4 2 തവണ, ബാക്കി 3, 35ൽ 4 8 തവണ, ബാക്കി 3, 36ൽ 4 9. അപ്പോൾ 289 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടണം. നിങ്ങളൊന്ന് സൈഡിൽ ചെയ്ത് നോക്കിയാൽ മതി. ഇത്രയും സ്റ്റെപ്പൊന്നും വേണ്ട, ഞാൻ മാക്സിമം മനസ്സിലാക്കുന്ന രീതിയിലാണ് ഇത്രയും വെട്ടിച്ചെറുതാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താ, അടുത്ത വർഷം മൂന്നാമത്തെ 73 ദിവസത്തേക്ക് വേണ്ടി മാത്രം, ഇനി അടുത്ത 2 വർഷം കഴിഞ്ഞ് 73 ദിവസത്തേക്ക് മാത്രം കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്, 280. അതിന് മുമ്പ് 2 വർഷം വരെ കിട്ടിയ ഇൻട്രസ്റ്റ് എത്രയാണ്, 2600. അപ്പോൾ ടോട്ടൽ ലഭിച്ച ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചത്. അപ്പോൾ 2640. അതുകൊണ്ടാണ് ഞാനത് മാറ്റി വെച്ചിട്ടോ. 2640 പ്ലസ് ഈ 73 ദിവസത്തേക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് ആണ് 289. ഇത് കൂട്ടുന്നതാണ് ഉത്തരം. 099 4 8 32 2 12 2 ബാക്കി 1 1 6 7 7 2 9 ബാക്കി 2. അപ്പോൾ 2 9 2 9 29 29 തന്നിരിക്കുന്ന ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അത്യാവശ്യം സമയം ചിലവാക്കുന്ന ടൈപ്പ് ഒരു ചോദ്യമാണ്. കാരണം തന്നിരിക്കുന്ന 2 വർഷം 73 ദിവസമായതുകൊണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാൻ അത്ര സമയമൊന്നും വേണ്ട. പിന്നെ ഇവിടെ തന്നിരിക്കുന്ന ഇങ്ങനെ 6.25 ഉണ്ട്, അതിനൊന്ന് കൺവേർഷൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ധാരണയുള്ളവർക്ക് നേരിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ 6.25 നമ്മളൊന്ന് കൺവേർട്ട് ചെയ്തു, അപ്പോൾ അതിനും കുറച്ച് സമയം കളഞ്ഞു. ഇവിടെ കുറച്ച് പിന്നെ തന്നിരിക്കുന്ന തുകയും ഇതുപോലെ തുക 20,480, 20,000 10,000 അങ്ങനെയൊന്നുമല്ല, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് വെട്ടിപ്പോക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതെന്ത് ചെയ്തു, 20,480 ഉണ്ട്, അതിന് നമ്മൾ കുറച്ച് സമയം ചിലവാക്കി. അത്യാവശ്യം സമയം ചിലവാകുന്നൊരു ടൈപ്പ് ചോദ്യം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുറച്ചും കൂടി എളുപ്പമാണ്. നോക്കുക, ചോദ്യം കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്യാൻ വളരെ എളുപ്പമുള്ളതാണ്. ഇവിടെ എക്സ് ക്യാൻ ഡു 1/4 ഓഫ് വർക്ക് ഇൻ 10 days, വൈ ക്യാൻ ഡു 40% ഓഫ് ദ വർക്ക് ഇൻ 40 days ആൻഡ് സെറ്റ് ക്യാൻ ഡു 1/3 ഓഫ് എ വർക്ക് ഇൻ 30 days. വു വിൽ കംപ്ലീറ്റ് ദ വർക്ക് ഫസ്റ്റ്. ആരാണ് ഈ ജോലി ആദ്യം തീർക്കുക? അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞിരുന്നത് എക്സ് 1/4% വർക്ക് 10 ദിവസം കൊണ്ട് തീർക്കുക. ഈ കാൽ വർക്ക് എക്സ് എന്ന് പറയുന്നത് ഈ കാൽ വർക്ക് തീർക്കാൻ 10 ദിവസമാണ് പറഞ്ഞത്. ഇപ്പോൾ കാൽ വർക്ക് തീർക്കാൻ 10 ആണ്. അര വർക്ക് പകുതി വർക്ക് തീരാണെങ്കിൽ എത്രയാവും, 20 ദിവസം വരില്ല. അപ്പോൾ മുഴുവൻ വർക്ക് തീരുന്ന എത്ര വരും, 40 ദിവസം വരില്ല. ശരിക്കും ചെയ്യുന്ന ഈ അടിയിൽ വരുന്ന 4 കൊണ്ട് ഇതിനെ കൊണ്ട് ഗുണിക്കുക എന്നുള്ള 1/4 ഉണ്ട്. ഇനി അതല്ലെങ്കിൽ ഇതിനെ തല വെച്ചിട്ട് ഗുണിക്കുക. അപ്പോൾ 2 ഇവിടെ 3/4 എന്നൊക്കെ ആണെങ്കിൽ നമ്മളതിന് തല വെച്ചിട്ട് ഗുണിക്കണം. ഇവിടെ 4 ആയതുകൊണ്ട് 4നെ 10 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 40 ദിവസം വേണം മുഴുവൻ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. അത് നമ്മൾ സാധാ ലോജിക്ക് ഇങ്ങനെ 4 ഗുണിക്കണം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാൽ ഭാഗം തീർക്കാൻ 10 ദിവസമാണ്, അരഭാഗം തീർക്കാൻ 20 ദിവസമാണ്, ഫുൾ ഭാഗം മുഴുവൻ ഭാഗം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇരട്ടി 40 ദിവസമായി. അല്ലെ 4 കാല് ചേർന്നിട്ടല്ലേ എന്ത് വരുന്നത്, ഒരു ഫുള്ള് വരുന്നത്. അപ്പോൾ അതാണ്. അപ്പോൾ 4 10 ചേർന്നാൽ 40 ദിവസം. അപ്പോൾ അതും കിട്ടി. ഇനി വൈ, അതും നമുക്ക് സംഭവം. വൈ എന്ന് പറഞ്ഞാൽ ശതമാന രീതിയിലാണ്. 40% വർക്ക് തീർക്കാൻ 40 ദിവസം വേണമെന്നാണ്. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലായി 50% വർക്ക് തീർക്കാൻ 50 ദിവസം വേണം. അപ്പോൾ മുഴുവൻ വർക്ക് തീർക്കാൻ 100% വർക്ക് തീർക്കണമെങ്കിൽ 100 ദിവസം വേണ്ടേ. അപ്പോൾ വൈക്ക് വേണ്ട ദിവസം മനസ്സിലായി 100 ദിവസം വേണം വൈക്ക് ആ ജോലി ചെയ്ത് തീർക്കാൻ. എക്സിന് ആ ജോലി ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ എത്ര, 40 ദിവസമാണ്. വൈ ആണെങ്കിൽ എത്ര, 100 ദിവസം. ഇനി സെഡിൻ്റെ കാണാം. സെഡ് കണ്ടു 1/3%. സെഡ് എന്ന് പറഞ്ഞാൽ 1/3 ഭാഗമാണ് എത്ര, 13 ദിവസം കൊണ്ട് തീർക്കുന്നതെന്നാണ്. അത് 1/3 ഭാഗം 13 ദിവസം കൊണ്ട്. അപ്പോൾ 1/2 ഭാഗം 26, ഒരു 13 കൂടി വരും. 3/3 ഭാഗം ഒരു 13 ആവും. എത്രയും 39 ദിവസം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞാൽ ഈ 3ഉം 13ഉം കൂടി ഗുണിക്കുക. അപ്പോൾ എത്രയായിട്ട് 39 ദിവസം കിട്ടി. ഇവിടെ ആരാണ് ആദ്യം ചെയ്ത് തീർക്കുന്നത്? കാരണം ഇവിടെ എക്ക് 40 ദിവസം വേണം, ഇവിടെ 100ആണ്. അതെന്തായാലും വളരെ കുറേ സമയം എടുക്കും, 100 ദിവസം എടുക്കണ്ടേ. ഇത് 40 ദിവസം കൊണ്ട് തീർക്കും, ഇത് 39. അപ്പോൾ ഏറ്റവും കുറവായിരിക്കാം ഈ 39 ദിവസം കൊണ്ട് തീർക്കുന്ന ആളല്ലേ. ഉത്തരം ഏതാണ്, സെഡ് ആണ്. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി ആണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നോക്കുക, വേറൊരു ടൈപ്പ് പെർസെൻറ്റേജ് കണക്ട് ചെയ്തതാണ്. ഇവിടെ പറഞ്ഞാൽ എക്സ് ഇസ് 80% ഓഫ് വൈ എന്ന, വൈയുടെ 80% എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ 2x എത്ര ശതമാനമാണ് വൈ എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ദെൻ വാട്ട് പെർസെൻറ്റേജ് 2x ഈസ് വൈ, അതാണ് നമ്മൾ 2x എത്ര ശതമാനമാണ് വൈ എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വൈ എന്ന് പറയുന്നത് ജസ്റ്റ് 100 എടുക്കുക. ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ്. വൈ എന്ന് പറയുന്നത് 100, അതിൻ്റെ എത്രയാണ്, 80% എക്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ 80% എത്ര, എനിക്ക് 80. നമ്മൾ 100 എടുക്കാൻ കാരണം എന്താ, ശതമാനം പറയുന്നത് കമ്പയർ ചെയ്യുന്നത് 100 കൊണ്ടല്ലേ.
അപ്പോൾ y 100 അതിൻ്റെ 80% 80 തന്നെയായിരിക്കും. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 80 മനസ്സിലായി. അങ്ങനെയാണ് 2x-ൻ്റെ എത്ര ശതമാനം y എന്ന് വെച്ചാൽ, അപ്പോൾ 2x എന്ന് പറയുന്നത് എത്രയായിരിക്കും? എക്സ് 80 ആണെങ്കിൽ 2x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 160 ആയിരിക്കില്ലേ? അപ്പോൾ ഈ ഈ 100 എന്ന് പറയുന്നത് 160ൻ്റെ എത്ര ശതമാനമാണ് കണ്ടത്? അതായത് y എന്ന് പറയുന്നത് 2x-ൻ്റെ എത്ര ശതമാനത്തിൽ കൺവേർട്ട് ചെയ്ത് നമ്മൾ 100 കൊണ്ട് ഗുണിക്കുക ചെയ്യുക. അപ്പോൾ y എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 100 നമ്മളെടുത്തു. ഈ 2x എന്ന് പറയുന്നത് 160 എടുത്തും അതിനെ ശതമാനത്തിൽ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ 100 കൊണ്ട് ഗുണിക്കണം. ഇനി കഴിയുന്ന രീതിയിൽ നമുക്ക് വെട്ടിച്ചെറുതാക്കൊക്കെ ചെയ്യാം. ഇവിടെ 0 0 നമുക്ക് വേണം വെട്ടാം. ഇനി 16നെ നമുക്ക് 4 കൊണ്ടോ 2 കൊണ്ടൊക്കെ വെട്ടാം. ഇപ്പോൾ 16ഉം 4ഉം തമ്മിൽ ഹരിച്ചാൽ നമുക്ക് 4 തവണ കിട്ടും. 100ന് 4 കൊണ്ട് ഹരിച്ചാൽ 25 കിട്ടും. ഇനി 10ഉം 4ഉം 2 കൊണ്ട് വെട്ടാം. 10നെ 2 കൊണ്ട് ഹരിച്ചാൽ 5 കിട്ടും. 4 2 കൊണ്ട് ഹരിച്ചാൽ 2 കിട്ടും. ഇനി നമുക്ക് വെട്ടിച്ചെറുതാക്കല്ലേ. അപ്പോൾ ബാക്കിയുള്ള 25 × 5 125ഉം താഴെ 2ആണ്. അപ്പോൾ 125നെ 2 കൊണ്ട് ഹരിച്ചാൽ 125ൻ്റെ പകുതി പറഞ്ഞാൽ 120നെ 2 കൊണ്ട് ഹരിച്ചാൽ 60ഉം 5ൻ്റെ പകുതി 5നെ 2 കൊണ്ട് ഹരിച്ചാൽ 2.5. അപ്പോൾ 62 എന്ന് കിട്ടും. ചെയ്ത് നോക്കിയാൽ മതി. ഇതാണ് നമ്മുടെ ഉത്തരം. 62% തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ്? ബി ആണ് വരിക. ഇത് സിമ്പിൾ ചോദ്യമാണ്. ഈ ചോദ്യം ഒന്ന് മനസ്സിലാക്കി ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ തന്നിരിക്കുന്നത് എത്ര ഉള്ളൂ? ഇഫ് ബൈ സെല്ലിംഗ് 110 മാംഗോസ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് 120 മാംഗോസ് ഈസ് റിയലൈസ് ദ ഗെയിൻ പെർസെൻറ്റേജ്. ഇവിടെ 110 മാമ്പഴങ്ങൾ വിറ്റ വില എന്ന് പറയുന്നത്, അത് വിൽക്കുമ്പോഴുള്ള വില എന്ന് പറയുന്നത് അത് 120 മാങ്ങയുടെ വാങ്ങിയ വിലയ്ക്ക് തുല്യമാണെന്നാണ്. അതായത് 110 മാംഗോ അത് വിറ്റ വില, ഒരു മാംഗോ വിറ്റ വില SP ആണ് രീതിയിൽ, സെല്ലിംഗ് പ്രൈസ് എന്ന രീതിയിൽ SP ആണെങ്കിൽ 110 മാങ്ങ വിറ്റ വില 110ൻ്റെ SP അല്ലേ. അത് എന്ന് പറയുന്നത് 120 മാങ്ങയുടെ വാങ്ങിയ വിലയ്ക്ക് വില. അപ്പോൾ ഒരു മാങ്ങയുടെ വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് എന്നുള്ളത് CP ആയിട്ട് എടുക്കുകയാണെങ്കിൽ 120 മാങ്ങയുടെ വാങ്ങിയ വില എത്ര? 120ൻ്റെ CP. അപ്പോൾ ഇങ്ങനെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 110 SP എന്ന് പറയുന്നത് 120 CPക്ക് തുല്യം. ഇനി നമ്മളിവിടെ SP-യും CP-യും നമ്മൾ റേഷ്യോ എടുക്കുക. അതാണ് വിലയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിന് ചെയ്യേണ്ടത് നമ്മൾ ഈ CP-നെ അങ്ങോട്ടുണ്ട്, ഈ 110നെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഈ SP ഇവിടെ ഓൾറെഡി ഉണ്ട്. ഈ CP ഇവിടെ ഇൻറ്റു CP-നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡ് ബൈ CP എന്നാവും. ഇനി 110നെ അവിടെ കൊണ്ടുപോകുമ്പോൾ 120 ഓൾറെഡി അവിടെ ഉണ്ട്. 110നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അടിയിൽ 110ഉം വരും. ഇനി നമ്മൾ ചെയ്യേണ്ടതാണ് ഇവിടെ വെട്ടിച്ചെറുതാക്കി ഒന്ന് ചെറുതാക്കി എടുക്കുക. കാരണം പെട്ടെന്ന് സോൾവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ 12 പോയി. ഇനി വെട്ടിച്ചെറുതാക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കേണ്ടത് ഈ സെല്ലിംഗ് പ്രൈസിൻ്റെ സ്ഥലത്തല്ലേ 12 കിട്ടിയേ, കോസ്റ്റ് പ്രൈസിൻ്റെ അടുത്തല്ലേ 11 കിട്ടിയേ. അപ്പോൾ അതാണ് അതിൻ്റെ വിറ്റ വിലയും വാങ്ങിയ വിലയും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വിറ്റ വില SP എന്ന് പറയുന്നത് 12 എടുക്കുന്നു. വാങ്ങിയ വില നമ്മൾ എന്ത് എടുക്കുന്നു? 11 എടുക്കുന്നു. ഇനി ഇതിവിടെ ലാഭം എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ വാങ്ങിയത് 11 രൂപയ്ക്ക്, വിറ്റത് എത്രയാണ്? 12 രൂപയ്ക്ക്. അപ്പോൾ ലാഭം കാണാൻ നമുക്ക് 1 രൂപയാണല്ലോ ഇവിടെ ലാഭം കിട്ടിയില്ല. 11 രൂപയ്ക്ക് വാങ്ങി 12 രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ അപ്പോൾ 1 രൂപ ലാഭം കിട്ടി. ലാഭശതമാനം കാണാൻ വാങ്ങിയ വിലയുമായിട്ടാണ്. അപ്പോൾ വാങ്ങിയ വില എത്ര? 11. 10 × 100 ചെയ്യുന്നു അല്ലേ. ഇവിടെ ലാഭം കിട്ടിയ 1, അത് 11ൻ്റെ എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ 11, ലാഭം കിട്ടിയ 1. അപ്പോൾ 1/11 × 100. ഈ 100നെ 11 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് 9/11. 9/11. അപ്പോൾ അതാണ് നമ്മളെ ഉത്തരം. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ A ആയിട്ട് വരും 9/11%. ഇതറിയാത്തവരുണ്ടെങ്കിൽ, ഇക്വേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇതാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ. പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100, വാങ്ങിയ വില ഇൻറ്റു 100. ഇതാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ. അറിയാത്തവരെ പഠിക്കുക. അതാണ് ഇവിടെ പ്രോഫിറ്റ് നമ്മൾ 1 രൂപ, കാരണം 11 രൂപയ്ക്ക് വാങ്ങി 12 രൂപയ്ക്ക് വിറ്റ 1 രൂപയാണ് പ്രോഫിറ്റ്. അത് എത്രയാണെന്ന് എത്ര ശതമാനമാണെന്ന് കാൽക്കുലേറ്റ് നമ്മൾ കമ്പയർ ചെയ്യേണ്ട കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വിലയുമായിട്ടാണ്. അതാണ് അടിയിൽ കൊടുത്ത 11 കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പോൾ അടുത്ത ചോദ്യത്തിൽ പോവാം. ദി ഏവറേജ് ഓഫ് ഫസ്റ്റ് 5 മൾട്ടിപ്പിൾ ഓഫ് 3 ഈസ്. ആദ്യത്തെ 3ൻ്റെ 5 ഗുണിതങ്ങളുടെ ശരാശരി കാണാനാണ്. അപ്പോൾ ഈ 3ൻ്റെ 5 ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു സമാന്തര ശ്രേണിയിലായിരിക്കും പോവുക. ഈ സമാന്തര ശ്രേണിയുടെ ശരാശരി എന്ന് പറഞ്ഞാൽ ആ ശ്രേണിയുടെ നടുവിൽ വരുന്ന, മധ്യത്തിൽ വരുന്ന പദമായിരിക്കും. അപ്പോൾ 5 പദങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ വരിക 3ാമത്തെ പദം. അപ്പോൾ ഇതിൽ 3ാമത്തെ പദം കണ്ടുപിടിച്ച ഉത്തരേ. ഇപ്പോൾ 3ാമത്തെ പദം പറയുന്നത് ഫസ്റ്റത്തെ പദം 3ൻ്റെ ഗുണിതങ്ങളിലെ. ഇപ്പോൾ 3നെ 3 കൊണ്ട് ഗുണിച്ചിരിക്കുന്നതായിരിക്കും 3ാമത്തെ പദം എത്ര? 9. ഇത്ര ഇത് ചെയ്യാനുള്ളൂ. ഇനി വേണം കുറച്ചും ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് വേണം പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ആദ്യം 3ൻ്റെ 5 ഗുണിതങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തെ ഗുണിതം 3, രണ്ടാമത്തെ 6, പിന്നെ 9, പിന്നെ 12, പിന്നെ 15. ഇപ്പോൾ ഇതാണ് നമ്മൾ ആ സംഖ്യകൾ എന്ന് പറയുന്നത്, 3ൻ്റെ ആദ്യത്തെ 5 ഗുണിതങ്ങൾ എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഒന്നെങ്കിൽ ശരാശരി ഇതൊക്കെ കൂട്ടിയിട്ട് 5 കൊണ്ടിരിക്കും. അത് അത്രയും സമയം നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കുകയുള്ളൂ. ചെയ്താൽ ഇതിലേക്ക് ഉത്തരത്തിന് തന്നെ ഒരു കൂട്ടിക്കഴിഞ്ഞാൽ 45 കിട്ടും. 45 5 കൊണ്ടരിച്ചാൽ 9 കിട്ടും. ഇനി അതിലൊരു സമാന ശ്രേണിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സമാന ശ്രേണിയിൽ നടുവിൽ വരുന്ന പദം അതായിരിക്കും അതിൻ്റെ ഏവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നടുവിൽ വരുന്ന ഏതാ 9 അപ്പോൾ അതാണ് അതിൻ്റെ ഏവറേജ്. അപ്പോൾ അതും നമ്മൾ എത്രാമത്തെ പദമാണ് മനസ്സിലാക്കാൻ ടോട്ടൽ എത്ര പദമുണ്ട്. അതൊരു ഒറ്റ സംഖ്യയാണെങ്കിൽ നടുവിൽ വരുന്നതാണ് ഒരു സംഖ്യ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഒറ്റ സംഖ്യയുണ്ട്, എണ്ണം ഒറ്റ സംഖ്യ 5 എണ്ണമാണ്, നടുവിൽ വരുന്ന ഒരു സംഖ്യ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഒന്ന് കണ്ടുപിടിക്കുക. ആ ആകെ എണ്ണത്തിന് ഒന്ന് കൂട്ടുക, പകുതി എടുക്കുക. ഇവിടെ ആകെ 5 സംഖ്യകളുണ്ട്, 5നോട് ഒന്ന് കൂട്ടിയ 6, 6/2 3. ആ മൂന്നാമത്തെ പദമായിരിക്കും ഇതിൻ്റെ ശരാശരി എന്നാണ്. ഇവിടെ മൂന്നാമത്തെ പദം കാണാനാണ് എളുപ്പവഴി അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ ഇരട്ട സംഖ്യയാണ്, അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ തന്നിരിക്കുമ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ 7 തന്നു, 14 തന്നു, ഒരു 21 തന്നു, 28 തന്നു. അപ്പോൾ ഇതിൻ്റെ ഏവറേജ് എത്രയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നടുവിൽ എന്ന് പറയുന്നത് ഒരു പദമല്ല, അവിടെ 2 പദങ്ങൾ നടുവിലുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഏവറേജാണ് നടുവിൽ 2 കണ്ടുപിടിച്ച് അതിൻ്റെ ഏവറേജ് എടുക്കണം എന്നുള്ളതാണ്. ഇനി അതല്ല ഫസ്റ്റ് പദവും അവസാന പദവും അറിയെങ്കിൽ അതിൻ്റെ ഏവറേജ് എടുത്താലും മതി. ഇവിടെ നമുക്ക് ആ രീതിയിലൊക്കെ തന്നെ എടുക്കാം. ഇവിടെ ആദ്യത്തെ പദവും അവസാന പദത്തിൻ്റെയും ഏവറേജ് നമുക്ക് എടുക്കാം. ഇനി അതല്ല നേരെ നടുവത്തെ പദങ്ങൾ അങ്ങനെയും കാണാം. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഏവറേജ് കാണാം. ഒന്നെങ്കിൽ നടുവത്തെ 2 പദങ്ങൾ കാണണം, അല്ലെങ്കിൽ ആദ്യത്തെ പദവും അവസാനത്തെ പദവും നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ഏവറേജ് കണ്ടാൽ മതി. ഇങ്ങനെ പല മെത്തേഡുണ്ട്. ഫസ്റ്റ് പദവും ലാസ്റ്റ് പദവും കിട്ടുമെങ്കിൽ നമുക്ക് ഏവറേജ് കാണാം. അത് രണ്ടും നമ്മൾ കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. സമാന ശ്രേണിയുടെ ശരാശരി കാണുന്ന രീതിയാണ് കേട്ടോ പറഞ്ഞത്. ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് ഇത്ര ചെയ്യാനേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അടുത്ത് നോക്കുക, കുറച്ചും കൂടി ഈസി പാറ്റേണാണ്. 3 പകരം 3 എന്നുള്ളത് 24 ആക്കി, 3:24. അത് 5 എത്ര എന്നുള്ള. അതായത് ഇവിടെ നമ്മൾ റേഷ്യോ പ്രൊപ്പോർഷൻ അല്ല, ഇവിടെ ലോജിക്ക റീസണിങ്ങായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യം. 3 അവിടെ 24 ആക്കി എഴുതി, അങ്ങനെയാണ് 5 ഏതാക്കിയിരുന്നു. അപ്പോൾ ഈ 24 എന്ന് പറയുന്നത് 3ൻ്റെ ക്യൂബിൽ നിന്ന് 3 കുറച്ചതാണ്. അപ്പോൾ 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27, 27 3 കുറച്ചാണ് അവിടെ 24 എഴുതിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ എഴുതുമ്പോൾ 5ൻ്റെ ക്യൂബ് മൈനസ് 5 കുറയ്ക്കാനുള്ള, ആ ക്യൂബിൽ നിന്ന് അതേ സംഖ്യ കുറയ്ക്കാനുള്ള. അപ്പോൾ 5ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 125ആണ്, അതിൽ നിന്ന് 5 കുറച്ചാൽ 120. അങ്ങനെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്? എ ആണ്. ഇനി അടുത്ത ചോദ്യം സ്ഥിരമായിട്ട് പണ്ട് കുറേ കാലങ്ങളിലായിട്ട് ചോദിക്കുന്നൊരു ചോദ്യം. അപ്പോൾ ഈ അടുത്ത് കുറച്ച് കാണാറില്ലായിരുന്നു, വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. കലണ്ടർ എന്നൊരു ടോപ്പിക്കിൽ വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. ഇവിടെ തന്നിരുന്നത് ലാസ്റ്റ് ഡേ ഓഫ് സെഞ്ച്വറി കനോട്ട് ബി എന്ന് പറഞ്ഞാൽ ആവാൻ സാധ്യതയില്ലാത്തതാണ്. ഒരു നൂറ്റാണ്ടിൻ്റെ ആ തുടക്കം ഏതാണെന്നും ആവാൻ സാധ്യതയുള്ള കുറച്ച് ദിവസങ്ങളുണ്ട്, അതുപോലെ അവസാനം ആകാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ലാസ്റ്റ് ഡേ, ഒരു നൂറ്റാണ്ടിന് ലാസ്റ്റ് ഡേ ഓഫ് എ സെഞ്ച്വറി എന്ന് പറയുന്നത് നമുക്ക് വിചാരിച്ച പോലെ എല്ലാ സംഖ്യകളും നമുക്ക് അവിടെ, എല്ലാ ദിവസങ്ങളും നമുക്ക് അവിടെ ആവാൻ പറ്റില്ല. ആ ലാസ്റ്റ് ഡേ ഓഫ് സെഞ്ച്വറി നൂറ്റാണ്ടിൻ്റെ അവസാനം ഒന്നെങ്കിൽ മൺഡേ വരാം, അല്ലെങ്കിൽ വെനസ്ഡേ വരാം, അല്ലെങ്കിൽ ഫ്രൈഡേ വരാം, ഇനി അതുമല്ലെങ്കിൽ സൺഡേ വരാം. ഈ 4 ദിവസങ്ങളിൽ ഒന്ന് മാത്രമേ ഒരു നൂറ്റാണ്ടിൻ്റെ അവസാനം വരികയുള്ളൂ. ഈ 4 ഒന്നും എന്തെന്നല്ല നൂറ്റാണ്ടിൻ്റെ അവസാനം വരില്ല എന്നാണ്. ഇവിടെ നോക്കുമ്പോൾ നൂറ്റാണ്ട് അവസാനം വരാൻ പറ്റാത്ത മൺഡേ വരാം, വെനസ്ഡേ വരാം, ഫ്രൈഡേ വരാൻ പറ്റാത്ത ഏതാണ്? ട്യൂസ്ഡേ ആണ്. അതൊരിക്കലും വരില്ല. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒന്നും കൂടി പഠിക്കുക. ഫസ്റ്റ് ഡേ ഓഫ് എ സെഞ്ച്വറി ഒരു നൂറ്റാണ്ടിൻ്റെ ആദ്യ ദിവസം ആകാൻ സാധ്യതയുള്ളതിനും ഒരു ലിമിറ്റ് ഉണ്ട്, വെറുതെ അങ്ങോട്ട് ആയിക്കൂടാ. അപ്പോൾ അവിടെ ആവാനും, അവിടെ നമുക്ക് മൺഡേ ആവാം. ഒരു തിങ്കളാഴ്ച നമുക്ക് എന്ത് ചെയ്യാം? ഒരു നൂറ്റാണ്ടിൻ്റെ തുടക്കം, ഫസ്റ്റ് നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് ആവാം. അതുപോലെ നമുക്ക് ട്യൂസ്ഡേ ആവാം, അതുപോലെ നമുക്ക് തേഴ്സ്ഡേ ആവാം, അതുപോലെ നമുക്ക് സാറ്റർഡേ ആവാം. ഈ 4 ദിവസങ്ങൾ ഒരു നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വരാൻ പറ്റും. ആദ്യ ദിവസമായിട്ട് വരാൻ പറ്റുന്ന ഈ 4 ദിവസങ്ങൾ ഏതെങ്കിലും ഒന്നായിരിക്കും. അവസാന ദിവസങ്ങളിൽ ഈ 4 ഏതെങ്കിലും ഒന്നായിരിക്കും. ഇനി ഇവിടെ സാധാരണ ചോദിക്കുന്ന വേറൊരു ചോദ്യം, ഒന്ന് ഇതേപോലെ ചോദിക്കും, നൂറ്റാണ്ടിൽ ആദ്യ ദിവസം ആവാൻ പറ്റാത്തത് ഏത്, അല്ല അവസാന ദിവസം ആവാൻ പറ്റാത്തത് ഏത്, അല്ല ആവുന്നത് ഏത് എന്നൊക്കെ ചോദിക്കുന്നത് കൂടാതെ ഒരു നൂറ്റാണ്ടിൻ്റെ ആദ്യ ദിവസം അവസാന ദിവസവും ആകാവുന്ന ദിവസം ഏതെന്ന് ചോദിക്കും. അതാകെ ഇവിടെ മൺഡേ മാത്രമാണ് രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ ഒരു നൂറ്റാണ്ട് തുടങ്ങുന്ന തുടക്ക ദിവസവും ലാസ്റ്റ് ദിവസവും ആകാൻ സാധ്യതയുള്ളത് ഈ മൺഡേ മാത്രമേ ഉള്ളൂ. അതിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ നൂറ്റാണ്ടിൻ്റെ ആദ്യ ദിവസം ഏത്, ചിലർക്ക് കൺഫ്യൂഷൻ, ഏതാണ് ഇപ്പോൾ ഒരു നൂറ്റാണ്ട് തുടങ്ങുമ്പോൾ ആദ്യത്തെ ഡേറ്റ് ഏതാണ്?
ഇപ്പം നമുക്കറിയാം ഇത് 21-ാം നൂറ്റാണ്ടാണ്, കഴിഞ്ഞത് ഇത് 20-ാം നൂറ്റാണ്ട്. ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം ഏതാ? അല്ല ഒന്നും വേണ്ട, 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ ദിവസം ഏതാണെന്ന് വെച്ചാൽ പലരും പറയാം 2000 ജനുവരി 1 എന്നൊക്കെയാണ്. പക്ഷെ അതല്ല ഈ നൂറ്റാണ്ട്. 21-ാം നൂറ്റാണ്ട് തുടങ്ങുന്നത് 2001 ജനുവരി 1 ആകുമ്പോഴാണ്. അതൊന്നും ഓർത്ത്, ഈ 21-ാം നൂറ്റാണ്ട് തുടങ്ങിയപ്പോഴാണ് 2001 ജനുവരി 1-ലാണ്. 20-ാം നൂറ്റാണ്ട് അവസാനിച്ച ഏത് ചോദിച്ചാൽ അത് 2000 ഡിസംബർ 31-നാണ് അവസാനിച്ച്. 20-ാം നൂറ്റാണ്ട് അവസാനിച്ച ഡേറ്റ് ഇതാണ്. അപ്പോൾ ഈ ഡേറ്റ് ഇതാണ് അവസാനം, ഒരു സെഞ്ച്വറിയുടെ അവസാനം, ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഇതുപോലുള്ള ദിവസങ്ങളാണ്. ഒന്നുകിൽ 2000 ഡിസംബർ 30, അല്ല 1900 ഡിസംബർ 30, അല്ല 1800 ഡിസംബർ 31. ഇതാണ് ഒരു നൂറ്റാണ്ടുകളുടെ അവസാനം എന്ന് പറയുന്നത്. നൂറ്റാണ്ട് തുടക്കം എന്ന് പറയുന്നതാണ് 2001 ജനുവരി 1, അല്ലെങ്കിൽ 1901 ജനുവരി 1. 20-ാം നൂറ്റാണ്ട് തുടക്കുന്നത് 1901 അത് ജനുവരി 1 ആവണം കേട്ടോ. ചിലവരിപ്പോൾ 2000 ഏത് നൂറ്റാണ്ടിലാണ് ചോദിച്ചാൽ പെട്ടെന്ന് 21-ാം നൂറ്റാണ്ട് വരും. കാരണം അങ്ങനെ പഠിച്ചിട്ടുണ്ട്. കാരണം 1900 എന്നൊക്കെ പറയുമ്പോൾ 20-ാം നൂറ്റാണ്ട്, 1947 സ്വാതന്ത്ര്യം കിട്ടിയ നൂറ്റാണ്ട് വെച്ചാൽ 20-ാം നൂറ്റാണ്ടാണ്. അപ്പോൾ 1900 20-ാം നൂറ്റാണ്ടാണ്. അപ്പോൾ 2000 ആകുമ്പോൾ അത് 21-ാം നൂറ്റാണ്ടായിന്ന് വരില്ല, 2001 ആകുമ്പോഴേ ആവുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. എന്തായാലും നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അടുത്ത പിന്നെ സ്ഥിരം കോമൺ ചോദ്യമാണല്ലോ. ഇഫ് എ ക്ലോക്ക് ഷോ 11:25 then its mirror image will be. ക്ലോക്കിൽ 11:25 കാണിക്കുമ്പോൾ കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബത്തിൻ്റെ സമയം കാണാനാണ്. അപ്പോൾ നമ്മളിവിടെ പ്രതിബിംബത്തെ സമയം കാണാൻ രണ്ട് കാര്യങ്ങളൊന്ന് പഠിക്കേണ്ടത്. ഒന്ന് 11-ൽ താഴെയാണെങ്കിൽ നമ്മൾ 11:60 നിന്ന് തന്നിരിക്കുന്ന സമയം കുറയ്ക്കുന്ന, ലഭിക്കുന്ന സമയം തരുന്ന സമയം നമുക്ക് 11 താഴെ വരുന്ന ഏതെങ്കിലും സമയമായി 10:55 10 അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതൊക്കെയാണെങ്കിൽ നമ്മൾ ചെയ്യുക 11:60 എന്ന് കുറയ്ക്കുക. ഇനി 11 അതിൽ കൂടുതലോ വന്നു കഴിഞ്ഞാൽ 11 അതിന് മുകളിലോട്ട് ഏത് സംഖ്യ വന്നാലും നമ്മൾ ചെയ്യേണ്ടത് മിറർ ടൈം കാണാൻ 23:60 എന്ന് കുറയ്ക്കുകയാണ്. ഇവിടെ തന്നിരിക്കുന്ന 11-ൽ കൂടുതൽ വരുന്ന സമയമായി 11:25 അല്ലേ. അപ്പോൾ അതിൻ്റെ മിറർ ടൈം കാണാൻ ഈ 23:60 ഈ 11:25 കുറച്ചാൽ മതി. 60-25 ഒറ്റടി കുറയ്ക്കുക, അല്ലെങ്കിൽ കടെടുത്ത് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. 60-25 കുറച്ചാൽ 35 വരും. ഇനി 23:11 കുറച്ചാൽ 12 വരും. അപ്പോൾ 12:35. ഇതാണ് മിറർ ടൈം തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ എ ആണ്. ഓക്കെ ആണല്ലോ. ഇത് പിന്നെ ഏറ്റവും സിമ്പിൾ ചോദ്യമാണ് കലണ്ടറിൽ. അടുത്ത ടോപ്പിക്കിൽ പോവാം. അടുത്ത ഫൈൻഡ് ദി റോങ് നമ്പർ ഇൻ ദ സീരീസ് എന്നല്ലേ. തന്നിരിക്കുന്ന സംഖ്യകളൊന്ന് മാറ്റി ചെയ്തിട്ട് 3, പിന്നെ 8, പിന്നെ 15, പിന്നെ 24, പിന്നെ 34, പിന്നെ 48, പിന്നെ 63. ഇതിൽ തെറ്റായത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കേണ്ട സീരീസ് എങ്ങനെയാണ് പോയി നോക്കുക. ആദ്യം 3-നോട് ഇവിടെ 5 കൂട്ടിയിട്ടാണ് 8 വന്നത്. ഈ 8-നോട് 7 കൂട്ടിയിട്ടാണ് 25 വന്നത്. 25-നോട് 9 കൂട്ടിയിട്ടാണ് 24 വന്നത് അല്ലേ. അപ്പം തന്നെ പാറ്റേൺ മനസ്സിലായി. 5 കൂട്ടി 7 കൂട്ടി 9 കൂട്ടി. അപ്പോൾ നമ്മൾ ഒറ്റ സംഖ്യ കൂട്ടി. അപ്പോൾ അടുത്തത് 11 കൂട്ടിയിട്ടാണ് വരേണ്ടത്. അപ്പോൾ 24-നോട് 11 കൂട്ടി എത്ര വരിക? 35. അവിടെ വന്നിരിക്കുന്നത് എത്രയാണ്? 34. ശരിക്കും വരേണ്ടത് എത്രയാണ്? 35 ആ 35-ന് അടുത്ത് എന്താ കൂട്ടണം? 11 കഴിഞ്ഞാൽ പിന്നെ എന്താ? 13 കൂട്ടണം. 35 13 ഇട്ട് 48. അത് കറക്റ്റ് തന്നെയാണ് വന്നത്. ഈ 48-നോട് നമ്മൾ ഇനി അടുത്ത് ഏതാണ്ട് 15 അല്ലേ. 5 7 9 11 13 15. അപ്പോൾ 15 കൂട്ടുമ്പോൾ എത്ര? 63. അതും കറക്റ്റ്. അപ്പോൾ അവിടെ തെറ്റായിട്ട് വന്ന ഏതാണ്? ഈ 34. ഇതാണ് ഇതിൻ്റെ റോങ് ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിൽ പോവാണ്. ലാസ്റ്റ് ചോദ്യമാണ്. ഇഫ് OX is coded as 39, what will be the coded number of LION? ആദ്യത്തെ. അപ്പോൾ ഇവിടെ നമ്മൾ കോഡിങ് ഡീകോഡിങ് എന്ന് പറഞ്ഞ സെക്ഷനാണ് പഠിക്കേണ്ടത്. അപ്പോൾ അത് പഠിക്കാൻ നമ്മൾ ഈ OX അത് 20 എത്ര? ഈ 39 എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ O എത്രാമത്തെ ലെറ്ററാണ്, X എത്രാമത്തെ ലെറ്ററാണ് എന്നറിയേണ്ടത്. അതറിയാമെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാം. O എന്ന് പറഞ്ഞാൽ 15 X 24 ആണെങ്കിൽ 15 24 കൂട്ടിയതാണ് 39 വരെ. O വരുന്നത് എത്രയാണ്? 15 X 24. ഇതറിയില്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട പാറ്റേൺ എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ഇതിനെ ആൽഫബറ്റുകൾ കൊണ്ട് എഴുതുക. ABCDE എഴുതുമ്പോൾ ഈ 5 വീതം എഴുതിയാൽ മതി. വെറുതെ എല്ലാം നേരെ കൊണ്ട് എഴുതുക. 5 ലൈനാക്കി എഴുതുക. പെട്ടെന്ന് കാൽക്കുലേറ്റ് എളുപ്പത്തിനാട്ടോ. P കഴിഞ്ഞാൽ പിന്നെ നമ്മൾ FGHIJ KLMNO PQRST UVWXYZ ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ നമുക്ക് O എന്ന് പറഞ്ഞ പടിയല്ല. അപ്പോൾ 5 10 15. ആദ്യം 5 പിന്നെ 10 15. അപ്പോൾ 15ാമത്തെ ലെറ്ററോ ഓൻ്റെ ലെറ്റർ കിട്ടി. നമ്പർ എത്ര? 15. X നോക്കുമ്പോൾ ഇവിടെയാണ് വരുന്നത്. ആദ്യത്തെ 4 5 20ആയി. പിന്നെ ഒരു 20-നോട് 4 കൂടി കൂട്ടിയപ്പോൾ 24, അല്ലെങ്കിൽ 25-ൻ്റെ തൊട്ട് ബാക്കിലാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്പർ ഇതിന് മുകളിൽ എഴുതുന്ന സമയം കൂടി ലാഭിക്കുക. അല്ലെങ്കിൽ നമ്മൾ Aൻ്റെ മുകളിൽ 1 Bൻ്റെ മുകളിൽ 2 എന്നൊക്കെ എഴുതണം. ജസ്റ്റ് 5 വീതം എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്.
അപ്പോൾ നമ്മൾ എക്സ് എന്ന് പറഞ്ഞാൽ 24 കിട്ടി. അപ്പോൾ അത് നമുക്ക് 15ഉം 24ഉം കൂട്ടിയിട്ടാണ് 39. അങ്ങനെയാണ് LION. അപ്പോൾ ഓരോന്നിൻ്റെയും ലെറ്റർ നമുക്ക് അറിഞ്ഞിരുന്നാൽ അത് കൂട്ടി എഴുതിയാൽ മതി. ഇപ്പോൾ L എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ലെറ്റർ ഇവിടെ നോക്കുക, അവിടെ 5, 10, ബാക്കി 2 കൂടി ഉണ്ട്. അപ്പോൾ 12 L എന്ന് മനസ്സിലായി. ഇനി I നോക്കുമ്പോൾ ഇതുപോലെ നോക്കാം, ഇവിടെ 5ഉം 5നോട് 4 കൂട്ടിയിട്ടാണ് വരുന്നത്. ഇവിടെ സൈഡിൽ ഇങ്ങനെ നോക്കണം കേട്ടോ. അപ്പോൾ 5നോട് 4 കൂട്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ 9ാമത്തെ ലെറ്ററാണ് I. ഇനി O നമ്മൾ ഓൾറെഡി മുമ്പ് ചെയ്തതുമാണ്. അപ്പോൾ ഇതാ 15. ഇനി N ഇവിടെ നോക്കുമ്പോൾ ഇതാ 10ഉം ഒരു 4, 14. അപ്പോൾ N കിട്ടി. ഇനി ഇതെല്ലാം കൂടി കൂട്ടിയാൽ അതിൻ്റെ ഉത്തരം ഇവിടെ നോക്കാം. 12 9 21, 21ഉം 15ഉം 36, 36ഉം 14ഉം 50. അപ്പോൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 50 കിട്ടും. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ D ആണ് ആൻസർ. അപ്പോൾ ഇതാണ് നമ്മളെ അഡ്മിനിസ്ട്രേറ്റീവ് പരീക്ഷ. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് പരീക്ഷയാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷൻസാണ് നമ്മൾ എടുത്തത്. അതിൽ മാത്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ചോദ്യ പേപ്പർ തന്നെയായിരുന്നു. ഇത് കണ്ടില്ല, ഈ ഒരു ചോദ്യം കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട ചോദ്യമാണ്. ഇത് പിന്നെ സിമ്പിൾ ധാരണ ഉണ്ടെങ്കിൽ, വർക്ക് ആൻഡ് ടൈമിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമാണ്. വളരെ ഈസി ചോദ്യം എന്ന് പറയാം. ഇതും ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഈസി ചോദ്യം തന്നെയാണ്. ഇത് കുറച്ചും കൂടി പ്രോഫിറ്റ് ആൻഡ് ലോസിനെ കുറിച്ച് കുറച്ചും കൂടി ധാരണയുള്ളവർക്ക് മാത്രം കിട്ടുന്ന ടൈപ്പാണ്. ബേസിക് ലോജിക്ക് പോരാ. ഇവിടെ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് ഈക്വലാക്കി എടുക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ അത് കുഴപ്പമില്ല, ഒരു മീഡിയം ലെവലിൽ നമുക്ക് ഏവറേജ് എന്ന് പറയാം. പക്ഷേ വളരെ ടൈറ്റൊന്നും അല്ല കേട്ടോ. കോമൺലി സ്ഥിരമായിട്ട് വരുന്നൊരു പാറ്റേൺ ചോദ്യമാണ്. പിന്നെ അടുത്ത് വളരെ ഈസി ചോദ്യങ്ങളിലൊന്നാണ്. ഇതും വളരെ ഈസി പാറ്റേൺ ആണ്. ഇതും കുറച്ച് കലണ്ടറെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിച്ച ഒരാൾക്ക് മാത്രം അറിയുന്ന സാധനങ്ങളാണ്. ലാസ്റ്റ് ഡേ, ഫസ്റ്റ് ഡേ എന്നൊക്കെ പറയുന്നത്. ഇനിയും കുറേ കലണ്ടർ അങ്ങനെ കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഡേറ്റ് നിന്ന് അടുത്ത ഡേറ്റ് കാണുന്ന ബേസിക് ചോദ്യമാണെങ്കിൽ ഇതല്ലാത്ത കുറച്ച് ചോദ്യങ്ങൾ വിടണം. അപ്പോൾ ഇത് ഒരു ഏവറേജ് അല്ലെങ്കിൽ ഏവറേജിൻ്റെ എബോയിലേക്ക് പോകുന്ന ഒരു ടൈപ്പ് എന്ന് പറയാം. ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, ഈ സാധനം പഠിച്ചിട്ടുള്ളതിനനുസരിച്ചിട്ടാണ്. പിന്നെ ഇത് വളരെ ഈസി ചോദ്യം, വളരെ ഈസി എന്ന് പറയാം. ഇതും സിമ്പിളായിട്ട് ഈ പാറ്റേൺ കിട്ടുന്നൊരു പാറ്റേണാണ്, വലിയ ബുദ്ധിമുട്ടുള്ള പാറ്റേൺ ഒന്നല്ല. പിന്നെ ഇതും സിമ്പിൾ ചോദ്യങ്ങളാണ്. അപ്പം കുഴപ്പമില്ലാത്ത നമുക്ക് ആ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒഴികെ ബാക്കിയൊക്കെ ഒരു ഏവറേജ് അല്ലെങ്കിൽ വളരെ ഈസി ടൈപ്പ് എന്ന് പറയാം. ഓക്കെയുള്ള നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് പിന്നെ ഒരിക്കൽ കാണാം. താങ്ക് യു.